ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഡേയിൽ ഒരു സ്വീറ്റ് തയ്യാറാക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നല്ല സൂപ്പറായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാബുദാന ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. നാവിൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതുപോലുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സാബുദാന ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ സാബുദാന എടുത്തിട്ടുണ്ട്. അതായത് 200 ഗ്രാം അളവിൽ സാബുദാന 1 മണിക്കൂറോളം ഒന്ന് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. സാബുദാന എന്ന് പറയും, സാബൂനരി എന്ന് പറയും, അതുപോലെ തന്നെ സാഗോ, ചൗരി എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. ചെറിയ സൈസ് ആണെങ്കിലും വലിയ സൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ പായസത്തിലേക്ക് ഉപയോഗിക്കില്ലേ ചൗരി, അത് തന്നെയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ സാബുനരി. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ സാബൂനരി മാത്രം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പകുതി അളവിൽ മാത്രമേ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ, എങ്കിൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സാബുനരി എല്ലാം ഇതുപോലെ ഒന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഈ നെയ്യിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം, ആ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്, എങ്കിൽ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷേ ആ ഒരു ക്രിസ്പിനെസ് നമ്മുടെ അണ്ടിപ്പരിപ്പിന് കിട്ടില്ല. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാനിതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറി തുടങ്ങിയാണ്. ഈ ഒരു സമയം നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഈ കടായിൽ ബാക്കി വന്ന ഈ നെയ്യിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 175 ഗ്രാം അളവിലാണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. അത് ചേർക്കാവുന്നതാണ് ഈ ഒരു അളവിൽ. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇതിന് പകരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ശർക്കരയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. നമ്മുടെ ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ശർക്കര എല്ലാം ഒന്ന് അലിയിച്ചെടുക്കാം. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ട് തന്നെ ഉരുകി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ ശർക്കരയിൽ അത്യാവശ്യം പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് അരിച്ച് നമുക്ക് ഈ കടായിലേക്ക് ചേർക്കാവുന്നതാണ്. അരിച്ചെടുത്ത ശർക്കര പാനിയിലേക്ക് നമ്മുടെ ഈ സാബൂനരിയുടെ മിക്സും കൂടി ചേർക്കാം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിക്സും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം ബാക്കി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആദ്യം ഇതിലെ വെള്ളമൊക്കെ കുറച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ സാബുനരി വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ഈ സാബുനരി വെള്ള കളറിലേ ഉള്ളത്, ഇതൊന്നും മാറി ഇങ്ങനെ കണ്ണാടി പോലെ ആകും. ആ ഒരു സമയം വരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നേക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ചിട്ടില്ല, അതുപോലെ തന്നെ തീരെ കൂട്ടിയും വെച്ചിട്ടില്ല. മീഡിയത്തിനും ലോക്കും ഇടയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സാബൂനരിയെല്ലാം നന്നായിട്ട് ഇതിനെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കണ്ണാടി പോലെ വന്നിട്ടില്ലേ, ആ ഒരു വെള്ള കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നേക്കണം. ഇനി ഇത് നമ്മുടെ ഈ കടായിൽ നിന്നിങ്ങനെ വിട്ട് വരും, ഒരു ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരും. ആ ഒരു സമയം വരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് നമ്മുടെ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് എന്തെങ്കിലും കളറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ, ഓറഞ്ച് കളറോ റെഡ് കളറോ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കളറും ചേർക്കുന്നില്ല. അതല്ല നാച്ചുറലായിട്ടുള്ള ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം കുങ്കുമപ്പൂ കൂടി ചേർക്കാവുന്നതാണ്.
ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ കടായിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്, ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഹൽവ കിട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വീണ്ടും ഒരുപാട് സമയമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തീരെ ലൂസായിട്ട് ഇരിക്കാനും പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പ് ഈ സമയം ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടി നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെക്കാതിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ഹൽവ തയ്യാറാക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പകുതി വഴിയിലിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ലാസ്റ്റിൽ മാത്രമേ നമ്മൾ ഏലക്ക പൊടി ചേർക്കാൻ പാടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഒരുപാട് സമയമായിട്ട് ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ സാബുദാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു കളർ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കേട്ടോ നമ്മുടെ ഈ ഹൽവ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഹൽവയുടെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി ഇതൊന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ നമുക്കിത് 1 വീക്ക് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഉറപ്പായിട്ടും ഇതുപോലെ ഒരു സാബുനരി ഹൽവ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.